എൻ്റെ അടുത്തുണ്ടല്ലോ കുറേ പേര് ചോദിക്കാറുണ്ട്, മാം എങ്ങനെയാണ് ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാവുന്നത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഫ്ലുവൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ലേണിംഗ് ഡിഫിക്കൾട്ട് ഗ്രാമർ. ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ബിൽഡിംഗ് സിമ്പിൾ ഡെയിലി ഹാബിറ്റ്സ്. ടുഡേ ഐ വിൽ ഷെയർ 5 പ്രാക്ടിക്കൽ മെത്തേഡ്സ് that will help you to improve your English fluency. So first habit നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതാണ് ട്രെയിൻ യുവർ മൈൻഡ് ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. അതായത് നിങ്ങൾ ഒരിക്കലും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, ഞാൻ കണ്ടിട്ടുണ്ട് കുറേ യൂട്യൂബ് ചാനലിൽ നേറ്റീവ് സ്പീക്കേഴ്സ് ഇപ്പോൾ ഒരു മലയാളി അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ക്യാൻ യു ടോക്ക് അബൌട്ട് കേരളത്തിനെ കുറിച്ച് പറയുമ്പം അവർ സ്റ്റക്കായി ഉടനെ തിങ്ക് ചെയ്യാൻ തുടങ്ങും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ്. സോ അങ്ങനെ ആലോചിക്കരുത്. തിങ്ക് ഡയറക്റ്റ്ലി ഇൻ ഇംഗ്ലീഷ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മനസ്സിൽ എനിക്ക് വെള്ളം കുടിക്കണം, അതിന് പകരം യു ഷുഡ് സേ ഐ നീഡ് ടു ഡ്രിങ്ക് വാട്ടർ. സേ ഡയറക്റ്റ്ലി. സോ എപ്പോഴും സ്റ്റാർട്ട് വിത്ത് സ്മോൾ ഡെയിലി തോട്ട്സ്. അതായത് നിങ്ങളിപ്പോൾ ഓഫീസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ എം ഗോയിങ് ടു ദ ഓഫീസ്. നിങ്ങളിപ്പോൾ ടയേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഐ എം ഫീലിംഗ് ടയേർഡ്. നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിക്കുകയാണെങ്കിൽ ഐ നീഡ് ടു കോൾ മൈ ഫ്രണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ഡയറക്റ്റ്ലി ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുമ്പം നിങ്ങളുടെ ബ്രെയിൻ യൂസ്ഡ് ആയിരിക്കും ഇംഗ്ലീഷിൽ വെച്ച്. അപ്പം നിങ്ങൾ മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തോന്നത്തില്ല. എയിൻറ്റ് ഉടനെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ബെഡിൽ നിന്ന് എയിൻറ്റ് ഉടനെ നൗ ഐ എം ഗോയിങ് ടു ബ്രഷ് മൈ ടീത്ത്, നൗ ഐ എം ഗോയിങ് ടു ടേക്ക് എ ഷവർ, ഇങ്ങനെയൊക്കെ സ്റ്റാർട്ടിങ് തന്നെ എയിൻറ്റ് ഉടനെ പറയുകയാണെങ്കിൽ യുവർ ബ്രെയിൻ വിൽ ബി യൂസ് ടു ഇറ്റ്. രണ്ടാമത്തെ ഡെയിലി ഹാബിറ്റാണ് ബിൽഡ് വൊക്കാബുലറി എവറി ഡേ. നിങ്ങളുടെ ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യണത് എങ്ങനെയാണ്? വെൻ യുവർ വേർഡ് ബാങ്ക് ബിക്കംസ് ബിഗർ. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? നിങ്ങൾ സിമ്പിൾ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ബുക്ക് വായിക്കുക. ഇപ്പോൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഷോർട്ട് സ്റ്റോറീസ് വായിച്ചാൽ മതി. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഫോർമലായിട്ട് അഡ്വാൻസ് ലെവലായിട്ട് സംസാരിക്കണമെങ്കിൽ ഹിന്ദു ന്യൂസ് പേപ്പർ ഈസ് എക്സലൻറ്റ്. ടൈംസ് ഓഫ് ഇന്ത്യനെക്കാട്ടും ഹിന്ദു ന്യൂസ് പേപ്പറാണ് ഒന്നും കൂടി പ്രൊഫഷണൽ. ലിസൺ ടു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ഓഫ് വീഡിയോസ്. നിങ്ങൾ വീഡിയോസ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേൾക്കുമ്പം നിങ്ങൾ നേറ്റീവ് സ്പീക്കേഴ്സ് പറയണ അവരുടെ ആക്സെൻറ്റ്, അവരുടെ പ്രൊനൗൺസിയേഷൻ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഡ് ആവും. ഇപ്പം നിങ്ങളൊരു UK പോണ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി UK അല്ലെങ്കിൽ US പോണ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ കൺട്രിയിലുള്ള ആൾക്കാരുടെ സംസാരിക്കുന്ന രീതി അറിയണമെങ്കിൽ അങ്ങനത്തെ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഫിലിംസൊക്കെ വാച്ച് ചെയ്യാം. ഇതേപോലെ തന്നെ നിങ്ങൾ IT പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻസ് UK അല്ലെങ്കിൽ US ക്ലയൻസ് അവർ പറയുന്ന ആക്സെൻറ്റ് അല്ലെങ്കിൽ മനസ്സിലാവണില്ലെങ്കിൽ അവർ പറയുന്ന സെൻറ്റൻസ് ഫോർമേഷൻ, അവർ പറയുന്ന ചില ഫ്രേസസ് മനസ്സിലാവണമെങ്കില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ വീഡിയോസ് കാണുമ്പം നിങ്ങളുടെ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ആവും, നിങ്ങളുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ആവും. നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർ യൂസ് ചെയ്യണ വൊക്കാബുലറിയൊക്കെ നിങ്ങളുടെ മൈൻഡിൽ കുറേ ദിവസം നിൽക്കും. നിങ്ങൾക്കത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും. ബെറ്റർ നിങ്ങൾ സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, എങ്ങനെയാണ് ഒരു സെൻറ്റൻസൊക്കെ ഫോം ചെയ്യേണ്ടതെന്ന്. അതുമാതിരി നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ഈവൻ കറക്റ്റ് ആകും. നിങ്ങൾ ഈ പോഡ്കാസ്റ്റൊക്കെ കേൾക്കുമ്പം നിങ്ങൾക്ക് കുറേ ഇഡിയംസും ഫ്രേസസൊക്കെ കിട്ടും. എന്ന് വെച്ചാൽ നേറ്റീവ് സ്പീക്കേഴ്സ് കൂടുതൽ ഇഡിയംസൊക്കെ യൂസ് ചെയ്യും അവരുടെ ഡെയിലി ലൈഫ് കോൺവെർസേഷനിൽ. അപ്പോൾ അതൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവും. നിങ്ങളുടെ സ്പീക്കിംഗ് കോൺഫിഡൻസ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആവും. ദ മോർ ഇംഗ്ലീഷ് യു ലിസൺ, the easier it becomes to think and speak in English. Speak new words in conversation. അതായത് നിങ്ങളിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ബുക്ക് വായിക്കാൻ, ന്യൂസ് പേപ്പർ വായിക്കാനൊക്കെ. അപ്പോൾ നിങ്ങളൊരു പുതിയ വാക്ക് കാണുകയാണെങ്കിൽ ആ വാക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായി ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ബുക്ക് വയ്ക്കണം, വൊക്കാബുലറിക്ക് ഒരു ബുക്ക് വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ വേർഡ് മാത്രം എഴുതാണ്ട് ആ ഫുൾ സെൻറ്റൻസ് എഴുതണം. സെൻറ്റൻസ് അല്ലെങ്കിൽ ആ ഫ്രേസ് മൊത്തം എഴുതിയിട്ട് ഇത് ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ ഇതെവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. ഇപ്പം നിങ്ങളൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത്, നിങ്ങളുടെ പിള്ളേരുടെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾ മീറ്റിങ്ങിൽ നിങ്ങളുടെ ക്ലയൻസിൻ്റെ അടുത്ത് ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. നിങ്ങൾ തന്നെ ഒരു സെൻറ്റൻസ് ഫോം ചെയ്തിട്ട്, ഇപ്പോൾ കുറേ AI ഉണ്ടല്ലോ, ChatGPT, ജെമിനിയിൽ, ഇതിൽ നിങ്ങളുടെ സെൻറ്റൻസ് അടിച്ചു നോക്കാം. ഇത് കറക്റ്റാണോ
തെറ്റാണോ എന്ന് അവർ പറയും. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഈ വൊക്കാബുലറി ഒക്കെ യൂസ് ചെയ്താലാണ് നിങ്ങൾ കുറച്ചും കൂടി ഫ്ലൂവൻ്റ് ആവുള്ളൂ ഇംഗ്ലീഷിൽ. ഞാനിത് എന്തിനാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പറയണതെന്ന് വെച്ചാൽ, ബിക്കോസ് വെൻ യു സ്പീക്ക് ദ വേർഡ് യുവർ ബ്രെയിൻ റിമെമ്പേഴ്സ് ഇറ്റ് ബെറ്റർ. ഇപ്പം നിങ്ങൾ ഡെലീഷ്യസ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ പഠിച്ചു. അപ്പം നിങ്ങൾ ഫുഡ് ഇസ് ഗുഡ് എന്ന് പറയാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, വാവ് ദിസ് ഫുഡ് ഇസ് ഡെലീഷ്യസ്. അങ്ങനെ നിങ്ങൾക്ക് പറയാം. ആ വൊക്കാബുലറി നിങ്ങൾ യൂസ് ചെയ്യണം. മൂന്നാമത്തെയാണ് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്. മെനി പീപ്പിൾ തിങ്ക് ദാറ്റ് ഇഫ് ദേ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് അവർ ഗ്രാമർ തെറ്റിക്കോ, ആൾക്കാർ ജഡ്ജ് ചെയ്യോ, ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സ് വരുമോ. സി, മിസ്റ്റേക്സ് ആർ പാർട്ട് ഓഫ് ലേണിംഗ്. അത് കുഴപ്പമില്ല ഇഫ് യു മേക്ക് മിസ്റ്റേക്ക്. നിങ്ങൾ സംസാരിക്കുക, ധൈര്യമായിട്ട് സംസാരിക്കുക, മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഈവൻ ഇഫ് യുവർ ഗ്രാമർ ഇസ് നോട്ട് പെർഫെക്റ്റ്, സ്പീക്ക് കോൺഫിഡൻ്റ്ലി. നാലാമത്തെയാണ് ഇംപ്രൂവ് യുവർ പ്രൊനൗൺസിയേഷൻ ആൻഡ് ക്ലാരിറ്റി. നിങ്ങൾ ഒരു ഫോറിൻ ആക്സെൻറ്റിൻ്റെ പുറകെ പോവാണ്ട് ജസ്റ്റ് ഇംപ്രൂവ് യുവർ പ്രൊനൗൺസിയേഷൻ. നമ്മൾ ഇവിടെ ബ്രിട്ടീഷേഴ്സൊക്കെ വന്നുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ആക്സെൻറ്റാണ്. സോ ആ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ഉച്ചരിക്കുക. ക്ലിയറായിട്ടും കൺസൈസായിട്ടും ഒരു കാര്യങ്ങൾ നിങ്ങൾ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക. അമേരിക്കൻ ആക്സെൻറ്റ്, ബ്രിട്ടീഷ് ആക്സെൻറ്റിൻ്റെ പുറകെ പോവാണ്ട് ഫോക്കസ് ഓൺ ക്ലാരിറ്റി ആൻഡ് പ്രൊനൗൺസിയേഷൻ. ക്ലിയർ സ്പീച്ച് മേക്സ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് യു ഈസിലി. അപ്പം നിങ്ങൾ ക്ലിയറായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ പറയണതെന്ന്. പ്രാക്ടീസ് റിയൽ ലൈഫ് കോൺവെർസേഷൻ. ഇതാണ് ലാസ്റ്റ് ഹാബിറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലുവൻസി ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങൾ മീറ്റിങ്ങിലായാലും, നിങ്ങളൊരു ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിലും, നിങ്ങളൊരു ഫോണിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും, നിങ്ങൾ കോൺവെർസേഷനിലൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം. പ്രാക്ടീസ് ഇറ്റ്. മീറ്റിങ്ങിൽ ഒക്കെ നിങ്ങൾ സംസാരിക്കണം. നിങ്ങളുടെ കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കണം നിങ്ങൾ. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഫ്ലുവൻസി ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. നിങ്ങൾ കുറേ വൊക്കാബുലറി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ മാത്രം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. യു ഷുഡ് ഇംപ്ലിമെൻറ്റ് ഇറ്റ്. ഈവൻ വീഡിയോസ് കണ്ടാൽ മാത്രം പോരാ, യു ഷുഡ് ഇംപ്ലിമെൻറ്റ് ഇറ്റ്. അപ്പം what I'm telling you is that small conversation build big confidence. So ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ 5 ടെക്നിക്സും എവറി ഡേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലോലി ചേഞ്ച് വരണ കാണാം. നിങ്ങളുടെ ഫ്ലുവൻസിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരണ കാണാം. എൻ്റെ പേര് നീതു ഫ്രാൻസിസ് ആണ്. ഞാനിവിടെ ഇൻ്റർവ്യൂവിനും കമ്മ്യൂണിക്കേഷനും കോച്ചിങ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, കോൾഡ് ഇംഗ്ലീഷ് പഠിക്കാം. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം. ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട് മീ. നിങ്ങൾക്ക് കോമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ.